all, welcome to once. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സീക്വൻസ് ഇംപിഡൻസസ്. സോ ഈ സെഷനിൽ ലെറ്റ് us learn what is meant by sequence impedance of an element in power system. What are the different types of sequence impedances? നമ്മുടെ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെല്ലാം ടൈപ്സ് ഓഫ് സീക്വൻസ് ഇംപിഡൻസസ് ആണ്, ആൻഡ് കമ്പാരിസൺ ഓഫ് സീക്വൻസ് ഇംപിഡൻസസ് ഓഫ് പവർ സിസ്റ്റം എലമെന്റ്സ്. അപ്പോൾ ഈ സീക്വൻസ് ഇംപിഡൻസസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫോൾട്ട് സ്റ്റഡീസിലാണ്. നമ്മൾ ഫോൾട്ട് സ്റ്റഡീസിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റായ സിമെട്രിക്കൽ കമ്പോണൻസ് എല്ലാം ഡിസ്കസ് ചെയ്തായിരുന്നു. ആൻഡ് അതിൽ നമ്മൾ പറയുന്നത് സീക്വൻസ് കറൻസിനെ പറ്റിയാണ്. സീറോ സീക്വൻസ് കറന്റ്, പോസിറ്റീവ് സീക്വൻസ് കറന്റ്, നെഗറ്റീവ് സീക്വൻസ് കറന്റ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഒരു സിസ്റ്റം ഏത് എലമെന്റ് എടുത്താലും നമ്മുടെ പവർ സിസ്റ്റത്തിൽ ഇറ്റ് വിൽ ഓഫർ സം കൈൻഡ് ഓഫ് ഇംപിഡൻസ് ടു ദീസ് സീക്വൻസ് കമ്പോണൻസ് ഓഫ് കറന്റ്. ഇപ്പൊ സീറോ സീക്വൻസ് കറന്റ് ഒരു ഇംപിഡൻസ് ഒരു സിസ്റ്റം ഒരു എലമെന്റ് ഓഫർ ചെയ്യും, ഇംപിഡൻസ് ഓഫർ ചെയ്യും. അതേപോലെ തന്നെ പോസിറ്റീവ് സീക്വൻസ് കറന്റ് an element of the system will offer an impedance to positive sequence current, and it will offer impedance to negative sequence component of the current. So whichever element you take in the system, power system, each element of the power system will offer impedance to different phase sequence components of current, which may not be the same. അപ്പോൾ സീറോ സീക്വൻസ് കറന്റ് ഓഫർ ചെയ്യുന്ന ഇംപിഡൻസ് ആയിരിക്കില്ല പോസിറ്റീവ് സീക്വൻസ് കറന്റ് കമ്പോണന്റ് ഓഫർ ചെയ്യുന്ന ഇംപിഡൻസ്. അപ്പൊ എല്ലാം വ്യത്യാസമാണ്. ഓക്കെ, സോ ഈ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡഡ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് സിസ്റ്റത്തിൽ എന്ന് നമുക്ക് ഈ സെഷനിൽ നോക്കാം. അപ്പോൾ ദ ഇംപിഡൻസ് ഓഫ് any equipment, that is the impedance that any piece of equipment offers to positive sequence current will not necessarily be same as that offered to negative sequence current. Okay, so ini namukku what are the different types of sequence impedances ennu nokam. Okay, so unsymmetrical fault calculations eduthu kazhinja each piece of equipment will have three values of impedances. Each piece of equipment will have three values of impedance, one corresponding to each sequence current. Unsymmetrical fault calculations la nammal moonu set of sequence currents kandu, zero sequence, positive sequence as well as negative sequence current. Appo oro equipment eduthu kazhinjal you can take generator or transformer or transmission lines or cable, ഏത് equipment എടുത്തു കഴിഞ്ഞാലും ഓരോ equipment മൂന്ന് values of impedances ഉണ്ടാവും, and each is corresponding to each of these sequence currents in the system. അപ്പോൾ ഫസ്റ്റ് ഇംപിഡൻസിന് നമ്മൾ പറയുന്നത് പോസിറ്റീവ് സീക്വൻസ് ഇംപിഡൻസ് Z1. സോ Z1 is the impedance offered to the flow of positive sequence current in the system. Second is negative sequence impedance Z2, the impedance offered to the flow of negative sequence currents in the system. And third is zero sequence impedance Z0. It is the impedance offered to the flow of zero sequence currents in the system. അപ്പോൾ ഇതിന്റെ റെലവൻസ് വരുന്നത് നമുക്ക് അൺസിമെട്രിക്കൽ ഫോൾട്ട് കാൽക്കുലേഷൻസിലാണ്. ഓക്കെ, സീറോ സീക്വൻസ് ഇംപിഡൻസ്, പോസിറ്റീവ് സീക്വൻസ് ഇംപിഡൻസ്, നെഗറ്റീവ് ഇതെല്ലാം നമ്മൾ ഓരോ എലമെന്റിന്റെയും നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് അതിന്റെ വ്യത്യാസങ്ങൾ എന്താണ്. അപ്പൊ ഈ സീക്വൻസ് ഇംപിഡൻസസ് നമ്മൾ സീക്വൻസ് നെറ്റ്വർക്സിലായിട്ട് റെപ്രസെന്റ് ചെയ്ത് ഓരോ ടൈപ്പ് ഓഫ് ഫോൾട്ടിന് പല രീതിയിൽ കണക്ട് ചെയ്തിട്ടാണ് ഫോൾട്ട് സ്റ്റഡീസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഫോൾട്ട് കാൽക്കുലേഷൻസ്, ഫോൾട്ട് കറന്റ് എല്ലാം ഡിറൈവ് ചെയ്യാൻ വി ഹാവ് ടു have an idea what are the sequence impedances each of the equipment in the system at the point of fault has to offer. Okay, അപ്പോൾ നമ്മൾ നോർമൽ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഫോൾട്ട് ഒന്നും ഇല്ല, ത്രീ ഫേസ് ബാലൻസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഈച്ച് പീസ് ഓഫ് എക്യുപ്മെന്റ് വിൽ ഹാവ് ഓൺലി വൺ സീക്വൻസ് ഇംപിഡൻസ്. ഏതായിരിക്കും? പോസിറ്റീവ് സീക്വൻസ് ഇംപിഡൻസ് ആണ്. അതായത് ഇംപിഡൻസ് ഓഫർ ടു ദ ഫ്ലോ ഓഫ് പോസിറ്റീവ് ഓർ നോർമൽ സീക്വൻസ് കറന്റ്. നോർമൽ സീക്വൻസ് കറന്റ് തന്നെയാണ് പോസിറ്റീവ് സീക്വൻസ് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ കറന്റിന് ഓഫർ ചെയ്യുന്ന ഇംപിഡൻസ് ആ മെഷീന്റെ അല്ലെങ്കിൽ ആ ജനറേറ്ററിന്റെ അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ നോർമൽ ഇംപിഡൻസ് തന്നെയായിരിക്കും. പക്ഷെ ബിക്കോസ് ബൈ നെഗറ്റീവ് ആൻഡ് സീറോ സീക്വൻസ് കറന്റ്സ് ആർ ആബ്സെന്റ് നോർമൽ കണ്ടീഷൻസിൽ, ഫോൾട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ബാലൻസ് സിസ്റ്റത്തിൽ വി ഡോണ്ട് ഹാവ് ദ പ്രസൻസ് ഓഫ് നെഗറ്റീവ് ആൻഡ് സീറോ സീക്വൻസ് കറന്റ്. ഇനി എപ്പോഴാണ് ഇതിന്റെ പ്രസക്തി, ബാക്കി ഇംപിഡൻസസിന്റെ പ്രസക്തി വരുന്നത്? അൺബാലൻസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഓരോ എക്യുപ്മെന്റ്, ഈച്ച് പീസ് ഓഫ് എക്യുപ്മെന്റ് ഓർ സർക്യൂട്ട് വിൽ ഹാവ് ത്രീ വാല്യൂസ് ഓഫ് ഇംപിഡൻസ്: പോസിറ്റീവ് ഇംപിഡൻസ്, നെഗറ്റീവ് ഇംപിഡൻസ് ആൻഡ് സീറോ സീക്വൻസ് ഇംപിഡൻസ്. ഈ മൂന്ന് ഇംപിഡൻസസും അതിൽ അപ്പോൾ ഇൻ ഇഫക്റ്റ് കയറി വരും. ബിക്കോസ് മൂന്ന് വാല്യൂസ് ഓഫ് കറൻസും സിസ്റ്റത്തിൽ അപ്പോൾ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദ ബാലൻസ് സിസ്റ്റം. അൺബാലൻസ് കേസിലാണ് ഈ മൂന്ന് സീക്വൻസ് ഇംപിഡൻസിന്റെയും സിഗ്നിഫിക്കൻസ് നമുക്ക് സിസ്റ്റത്തിൽ വരിക. ഫോൾട്ട് സ്റ്റഡീസിൽ അത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ,
ഇപ്പൊ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇംപെഡൻസസിന്റെ ഒരു ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ലീനിയർ, സിമെട്രിക്കൽ ആൻഡ് സ്റ്റാറ്റിക് സർക്യൂട്ട്സ് ഏതൊക്കെയാണ്? ലൈക്ക് ട്രാൻസ്മിഷൻ ലൈൻ, കേബിൾസ്, ട്രാൻസ്ഫോമർ, സ്റ്റാറ്റിക് ലോഡ്സ് ഇതെല്ലാം ലീനിയർ, സിമെട്രിക്കൽ ആൻഡ് സ്റ്റാറ്റിക് സർക്യൂട്ട്സ് ആണ്. അപ്പൊ ഈ സർക്യൂട്ട്സിലെല്ലാം ഫേസ്, അതായത് പോസിറ്റീവ് സീക്വൻസ് കറന്റും നെഗറ്റീവ് സീക്വൻസ് കറന്റും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഫേസ് ഓർഡറിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ, ഓപ്പോസിറ്റ് ഫേസ് സീക്വൻസ് ആണ് രണ്ടിൽ പറഞ്ഞത്. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് സീക്വൻസ് ഇംപെഡൻസസ് സ്റ്റാറ്റിക് ആൻഡ് സിമെട്രിക്കൽ സർക്യൂട്ട്സിൽ സെയിം ആണ്. ബിക്കോസ് വാട്ട് ഇംപെഡൻസസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫേസ് ഓർഡർ. നമ്മൾ അതായത് ട്രാൻസ്മിഷൻ ലൈൻ സ്റ്റാറ്റിക്, ലീനിയർ, സിമെട്രിക്കൽ സർക്യൂട്ട് ആണ്. അതിന്റെ ഫേസ് ഇംപെഡൻസസ് ഓർഡർ ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫേസ് ഓർഡർ ഓഫ് ദ സിസ്റ്റം അല്ലെ. So positive and negative sequence impedances will be the same. Positive and negative sequence impedances of linear, symmetrical and static circuits are equal and are the same as those is used in the analysis of balance condition. Because impedance of such circuit is independent of the phase order. Phase order ne depend cheyyunnilla. Positive and negative impedances of rotating machines like synchronous and induction motors are normally different. Rotating machine la obviously there is importance for the phase order. Okay, phase sequence ine importance undu. Phase sequence prasakti undu because rotating machines are. So rotating machines la positive and negative impedances offered by the machines will be different. Random equal aayirikkilla apart from the static, linear and symmetrical machine equipments. Okay. So അതാണ് ഒരു പോയിന്റ് അബൌട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സീക്വൻസ് ഇംപെഡൻസ്. ഇനി സീറോ സീക്വൻസ് ഇംപെഡൻസ്. സീറോ സീക്വൻസ് ഇംപെഡൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത് ടേക്കൺ ബൈ ദ സീറോ സീക്വൻസ് കറന്റ്. പാത്ത്, അതായത് സീറോ സീക്വൻസ് കറന്റിന് ഇറ്റ് ടേക്സ് എ ഡിഫറെന്റ് path apart from the positive as well as negative sequence current in fault studies. It depends upon the connection. ഇപ്പോൾ നിങ്ങൾ ഒരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ no zero sequence current will flow into the line connecting the delta winding and it will only circulate within the phase windings. അതുപോലെ തന്നെ ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം വിത്ത് ന്യൂട്രൽ ഗ്രൗണ്ടഡ് ത്രൂ എ റിയാക്ടൻസ്, ന്യൂട്രൽ പോയിന്റ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഇഫ് ഇറ്റ് ഇസ് ഗ്രൗണ്ടഡ് ത്രൂ എ റിയാക്ടൻസ്, ഒരു ഫോൾട്ട് സേ ഒരു ഗ്രൗണ്ട് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഫോൾട്ട് കറന്റ് ഫോൾട്ട് പോയിന്റിൽ നിന്ന് ഗ്രൗണ്ട് വഴി ഇറ്റ് വിൽ ഫ്ലോ ബാക്ക് ടു ദ സോഴ്സ് ത്രൂ ദ ന്യൂട്രൽ. അതായത് സീറോ സീക്വൻസ് കറന്റ് വിൽ ടേക്ക് എ പാത്ത് ആഫ്റ്റർ ദ ഫോൾട്ട് ഫ്രം ദ പോയിന്റ് ഓഫ് ഫോൾട്ട് through the ground, through the neutral, back to the source. So, zero sequence current eppozhum star connected neutral system ulla systemathil it will always take a different path apart from the other components of the current. So, zero sequence current always depends upon the path taken by the zero sequence current. This path is generally different from the path taken by the positive and negative sequence current. So, therefore, zero sequence impedance endayirikkum usually it will be different from the പോസിറ്റീവ് ഓർ നെഗറ്റീവ് സീക്വൻസ് ഇംപെഡൻസ്. അപ്പൊ എപ്പോഴും സീറോ സീക്വൻസ് ഇംപെഡൻസ് വ്യത്യസ്തമായിട്ട് നിൽക്കും ബിക്കോസ് ഇറ്റ് ഇസ് ടേക്കിംഗ് എ ഡിഫറെന്റ് പാത്ത് അപ്പാർട്ട് ഫ്രം ദ അതർ കമ്പോണന്റ് ഓഫ് കറന്റ്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് സീക്വൻസ് കറന്റിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇറ്റ് ടേക്സ് എ ഡിഫറെന്റ് പാത്ത് ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ ഫോൾട്ട് ആൻഡ് ദ കണക്ഷൻ ഓഫ് ദ വൈൻഡിങ്സ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദ സീറോ സീക്വൻസ് ഇംപെഡൻസസ്. ഇനി നമുക്ക് വിൽ ചെക്ക് ഓർ വിൽ കമ്പയർ സം impedances, അതായത് സീക്വൻസ് ഇംപെഡൻസസ് ഓഫ് സം പവർ സിസ്റ്റം എലമെന്റ്സ്. കുറച്ച് എലമെന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സിൽ എങ്ങനെയാണ് ഈ സീക്വൻസ് ഇംപെഡൻസസ് വേരി ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എടുക്കാം സിൻക്രണസ് ജനറേറ്റേഴ്സ്. അപ്പൊ സിൻക്രണസ് ജനറേറ്ററിനെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് സീക്വൻസ് ഇംപെഡൻസ് ഓഫ് ദ സിൻക്രണസ് ജനറേറ്റർ ഇസ് ഈക്വൽ ടു ദ സിൻക്രണസ് ഇംപെഡൻസ് ഓഫ് ദ മെഷീൻ. അപ്പൊ സിൻക്രണസ് ഇംപെഡൻസ് ഒരു ജനറേറ്ററിന്റെ ZG ആണെന്ന് വെച്ചോ. സോ ഇഫ് ZG ഇസ് എ സിൻക്രണസ് impedance of the machine ZG, then what it implies that Z1 is equal to ZG. Positive sequence impedance എന്തായിരിക്കും? Same as the synchronous impedance of the machine ആയിരിക്കും. Negative sequence impedance it will be generally less than the positive sequence impedance and zero sequence impedance is a variable item ആണ്. It may be equal to positive sequence impedance if its value is not given in the question. അപ്പോൾ synchronous generator നെ നമ്മൾ നോർമലി നെഗറ്റീവ് സീക്വൻസ് ഇംപെഡൻസ് ലെസ് ദാൻ പോസിറ്റീവ് സീക്വൻസ് ഇംപെഡൻസ് ആയിരിക്കും. ഇനി സീറോ സീക്വൻസ് ഇംപെഡൻസ് ക്വസ്റ്റനിൽ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇറ്റ് ഇസ് you can take it as equal to positive sequence impedance. Appo neutral reactance undengil you have to take zero sequence impedance as ZG plus 3 times Zn കൂടി എടുക്കണം. Okay, എന്നാലേ നമുക്ക് സീറോ സീക്വൻസ് ഇംപെഡൻസ്
synchronous generator le kittulu. And അല്ലെങ്കിൽ അത് ഒരു വേരിയബിൾ ഐറ്റം ആയിരിക്കും. സോ നോർമലി ഇറ്റ് വിൽ ബി സ്പെസിഫൈഡ് ഇൻ ദ ക്വസ്റ്റ്യൻ സിൻക്രണസ് ജനറേറ്ററിന്റെ സീറോ സീക്വൻസ് ഇംപെഡൻസ്. സോ ഇഫ് ഇറ്റ് ഇസ് എന്താ നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ZG പ്ലസ് 3 times ZN. അതായത് ഇറ്റ് ഇസ് ന്യൂട്രൽ റിയാക്ടൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ZG തന്നെയായിരിക്കും. ഓക്കെ, സോ സിൻക്രണസ് ജനറേറ്ററിന്റെ ഇത്രയേ ഉള്ളൂ. സീറോ സീക്വൻസ് ഇംപെഡൻസ് ഇസ് maybe equal to positive sequence impedance if it's not value not given. Negative sequence impedance is less than the positive sequence impedance, and positive sequence impedance is equal to the synchronous impedance of the machine. Ini we can take the case of transformers. For transformers la what phase since the transformers have the same impedance with reversed phase rotate ചെയ്താലും phase impedances ന് വ്യത്യാസം വരുന്നില്ല. So എന്ത് സംഭവിക്കും? Positive and negative sequence impedances are the same. It is independent of the phase order. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു symmetrical circuit, linear circuit, static circuit ആണ് ട്രാൻസ്ഫോമർ. സോ അങ്ങനെ ഒരു സർക്യൂട്ടിൽ ഫേസ് ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതിന്റെ ഇംപെഡൻസ് വാല്യൂ. സോ പോസിറ്റീവ് സീക്വൻസ് ഇംപെഡൻസ് ഇസ് സെയിം ആസ് ദ നെഗറ്റീവ് സീക്വൻസ് ഇംപെഡൻസ്. So since the transformers have the same impedance with reversed phase rotation, their positive and negative sequence impedance, their positive and negative sequence impedances are equal. And this value is equal to the impedance of the transformer. The impedance is ZS ആണെങ്കിൽ അത് തന്നെയായിരിക്കും അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സീക്വൻസ് ഇംപെഡൻസ്. ഇനി what about the zero sequence impedance? The positive sequence impedance is equal to negative sequence impedance. ഇനി zero sequence impedance എന്തായിരിക്കും? Is equal to the positive sequence impedance if there is a circuit for earth current. അതായത് ട്രാൻസ്ഫോമറിൽ earth fault ഒക്കെ വന്നു കഴിഞ്ഞാൽ if there is a path or a circuit for the earth current to flow, then zero sequence impedance is equal to positive sequence impedance. ഇല്ലെങ്കിൽ അതായത് ന്യൂട്രൽ ഗ്രൗണ്ടഡ് അല്ലാത്ത സിസ്റ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? There is no path for the zero sequence current to flow and it will be what? Infinite. The zero sequence impedance will be infinite if there is no through circuit for earth current. So transformer positive and negative sequence impedance is equal because it is independent of the phase order, and the zero sequence impedance is equal to positive sequence impedance if there is a through circuit for earth current. Earth current ഒരു fault വന്ന ഒരു through circuit neutral കൂടെ circulate ചെയ്യാൻ ഉണ്ടെങ്കിൽ then it is equal to positive sequence impedance, or it is infinite if there is no through circuit. അതായത് infinite, there is no path for the zero sequence. അപ്പോൾ എപ്പോഴും പറഞ്ഞു zero sequence impedance it depends upon the path taken by the zeros. അപ്പോൾ ഏത് കണക്ഷൻ ആണ് എന്ത് പാത്ത് എടുക്കണോ എന്ന് അനുസരിച്ചിരിക്കും zero sequence impedance നിങ്ങൾ ചൂസ് ചെയ്യാൻ ഫോൾട്ട് സ്റ്റഡീസിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസ് ദ ട്രാൻസ്മിഷൻ ലൈൻസ്. ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് സീക്വൻസ് ആൻഡ് നെഗറ്റീവ് സീക്വൻസ് ഇംപെഡൻസസ് ഓഫ് ദ ലൈൻ ആർ ദ സെയിം, ആൻഡ് ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു ദ നോർമൽ ഇംപെഡൻസ് ഓഫ് ദ ലൈൻ. ഇപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൽ എന്താണോ ഇംപെഡൻസ്, ഇപ്പൊ എക്സസ് ഇസ് ദ സെൽഫ് ഇംപെഡൻസ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ, അത് തന്നെയായിരിക്കും പോസിറ്റീവ് സീക്വൻസ് ഇംപെഡൻസ്, അത് തന്നെയായിരിക്കും നെഗറ്റീവ് സീക്വൻസ് ഇംപെഡൻസ്. പക്ഷെ സീറോ സീക്വൻസ് ഇംപെഡൻസ് വളരെ ഹൈ ആയിരിക്കും. സീറോ സീക്വൻസ് ഇംപെഡൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഇസ് വെരി വെരി ഹൈ. It is greater than the positive or negative sequence impedance. Okay, നല്ല മ്യൂച്വൽ റിയാക്ടൻസസിന്റെ ഇഫക്റ്റ് പറയും. XS plus 2 times XM ആണ് the zero sequence reactance of the transmission lines. And ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. It is always greater than the positive or negative sequence impedance എന്ന് മനസ്സിലാക്കുക. And it is normally 3 times the positive sequence impedance if its value is not given. Okay, so ഈ സെഷനിൽ നമ്മൾ we have seen what are the different types of sequence impedances offered by the different elements in our power system. The significance എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. And we have compared the different sequence impedances of synchronous generators, transmission lines and transformers in our system. So hope this session is clear to you. So see you all in the upcoming videos with more informative topics in power system. Thank you.